ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുറേ വെയിറ്റ് ചെയ്തിരുന്നു. നമ്മൾ റിസൾട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ പ്ലസ് ടുവിലായിരുന്നു, നമ്മൾ റിസൾട്ട് വന്നു. അത്യാവശ്യം നല്ല മാർക്കുണ്ട്. നമുക്ക് നല്ല മാർക്കുണ്ട്. എബോവ് 90% ഉണ്ട്. പിന്നെ നല്ല മാർക്കുണ്ട്. പിന്നെ അപ്പം നമ്മൾ തന്നെ നമ്മുടെ വിജയം ആഘോഷിക്കാൻ വേണ്ടി നമ്മളെ കേക്ക് മേടിക്കാൻ വന്നിരിക്കുകയാണ്. കേസ് എൻട്രി നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം അൽഫോൺസിന് കേക്ക് മേടിച്ചെടുത്തതും തന്നെ നമ്മൾ കേക്ക് മേടിക്കാൻ വന്നിരിക്കുകയാണ്. എൻട്രി ഗൈസ്, എൻട്രി നമ്മൾ എത്തിയേക്കാണ്. നമ്മൾ കേക്ക് മേടിക്കാൻ പോവാണ്. ഐ ആം ഹാപ്പി. കേക്ക് മേടിച്ചിട്ടാ. കുഴലപ്പം മേളിൽ കളറുള്ള കുഴലപ്പം നമ്മൾ കണ്ട് എല്ലാത്തിൻ്റെയും മേളിൽ കേട്ടോ ഗൈസ്. കളറില്ലാത്ത കുഴലപ്പം ഉണ്ട്. രണ്ട് ഈഫിൽ ടവറൊക്കെ അവിടുത്തെ താമരയൊക്കെ തിരിഞ്ഞേക്കുന്നു. ട്വിൻ ടവറാണ് തോന്നുന്നു. ഇതിൻ്റെ ദൈവം നമ്മൾ മേടിക്കും. ഏതല്ലേ മേടിക്കുന്നത്? അത് നല്ല കളർ. എൻ്റെ കൂടെ ആരായിരിക്കും? അസ് ഓൾവേസ് ചേട്ടായി. നമ്മൾ എന്തെഴുതും ആലോചിക്കുകയാണ്. എന്തെഴുതും? എൻ്റെ റിസൾട്ട് ഞാൻ എന്തെഴുതും? നിനക്ക് എൻ്റെ റിസൾട്ട് എന്താ തോന്നിയത്? എന്തൊക്കെയോ തോന്നി എനിക്ക്. ഞാൻ അറിയത്തില്ല. ഇതെല്ലാം ഇവിടെയുണ്ട്. ഇതെല്ലാം നമുക്ക് ചേട്ടായി മേടിച്ച് തരത്തില്ല. ഹായ് ഫ്രണ്ട്സ്, നമ്മളപ്പം കേക്ക് മേടിച്ചു. ചേട്ടായി ഇവിടെ കുറച്ച് മുട്ടായും ലഡ്ഡു മേടിച്ചു. എനിക്കൊരു ഐസ്ക്രീമും മേടിച്ചു. ഐ ആം ഹാപ്പി വിത്ത് മൈ റിസൾട്ട്. എനിക്ക് സങ്കടമൊന്നുമില്ല. ഐ മീൻ എനിക്ക് ബട്ട് നമുക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് ഗൈസ്. നോട്ട് ഇൻ മൈ കാര്യങ്ങൾ എൻ്റെ കാര്യത്തിൽ മാത്രം അല്ലല്ലോ. നമുക്ക് ചുറ്റും കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ ആലോചിച്ചിട്ട് നമുക്ക് കുറേ പക്ഷേ നമ്മൾ ഹാപ്പിയാണ്. ദൈവം തന്നതിന് എല്ലാത്തിനും ഹാപ്പിയാണ്. താങ്ക്സ് ഫോർ ഗോഡ്. സത്യം പറഞ്ഞാൽ നമ്മളങ്ങനെ കാര്യമായി പഠിച്ചിട്ട് വലിയ സംഭവമായിട്ടൊന്നുമല്ല റിസൾട്ട് കിട്ടുന്നത്. എല്ലാം ഗോഡ്സ് ഗ്രേസ്. അത്രേ ഉള്ളൂ ഗൈസ്. എല്ലാം ദൈവം തരുന്നതാണ് എന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. അസ്പൈ മണ്ടബുദ്ധി വിത്ത് മൈ മണ്ടബുദ്ധി എനിക്ക് കിട്ടുന്ന മാർക്ക് ഒന്നുമല്ല. ബട്ട് ദൈവം തന്നു. ദാറ്റ്സ് ഓൾ. എന്നാണ് ചേട്ടായിക്ക് എൻ്റെ റിസൾട്ടിനെ പറ്റി പറയാനുള്ളത്? സാരമില്ലെന്നോ? പോടാ. അസ്പറസ് നമ്മളാണല്ലോ. അതെ സത്യം പറഞ്ഞാൽ നമ്മൾ ഐ ആം വെരി മച്ച് ഹാപ്പി വിത്ത് മൈ റിസൾട്ട്. ഗൈസ്, നിങ്ങളത് ഓർക്കണം. വിത്തൗട്ട് എനി ഗ്രേസ് മാർക്ക് എനിക്ക് നമ്മള് ടോട്ടൽ 1121 മാർക്ക് മേടിച്ചു. നമുക്ക് 1, 2 മാത്രമേ നമ്മുടെ ഇതിലുള്ളൂ. 1100 നമ്മൾ ആ 0 ആയിരിക്കാൻ വേണ്ടി 2 വേണ്ട. എനിവേ, ഐ എം വെരി മച്ച് ഹാപ്പി. ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ്. പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് ബാക്കിയുള്ള നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് ഐസ്ക്രീമിൽ ഒതുക്കാം. ഐസ്ക്രീം ഫിൽസ് അവർ പെയിൻ എന്നൊക്കെയാണ്. ഐസ് ഫീൽ മെൽത്തസ്. പിന്നെ പിന്നെ കേക്കൊക്കെ മുറിക്കണം, സന്തോഷിക്കണം, പ്രമാദിക്കണം, എല്ലാം ചെയ്യണം. സ്റ്റേ സേഫ്. കേക്കൊക്കെ മുറിക്കുക. എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ മൂഡില്ല ഗൈസ്. ബട്ട് നമുക്ക് എൻ്റെ മൂഡ് ഐ എം സ്റ്റിൽ സ്റ്റക്ക് ഓൺ മൈ അത്രയൊക്കെ മതി. ബാക്കി ഇംഗ്ലീഷിൽ എനിക്ക് വരത്തില്ല ഗൈസ്. മെഡിക്കൽ കോളേജ് ഇനി ഞാൻ ഐസ്ക്രീം തന്നില്ല. വീഴ്ച എല്ലാവർക്കും ഐസ്ക്രീം കൊടുക്കേണ്ടി വരും. സോ ഞാൻ ഐസ്ക്രീം കഴിക്കുന്നില്ല. അല്ല ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എല്ലാം കഴിഞ്ഞു. പിന്നെ റിസൾട്ട് കണ്ട എല്ലാവർക്കും നല്ല റിസൾട്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻ കേസ് ഇപ്പം നല്ല റിസൾട്ട് അല്ലാത്തവർക്ക് ഇനി നമുക്ക് എക്സാംസ് ഉണ്ട്. എക്സാംസ് എഴുതി മാർക്ക് വാങ്ങാൻ നല്ല റിസൾട്ടിലേക്ക് എത്താം. ഇൻ കേസ് അതിനും സാധിച്ചില്ലെങ്കിൽ ഇതൊന്നും അല്ല കേസ് ലൈഫ്. എൻ്റെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറയും. ഇതൊന്നും അല്ല കേസ് ലൈഫ്. നമുക്ക് ചേട്ടായി പറയും. ഇനിയിപ്പോ ചേട്ടായി പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ ഗൈസ്. അങ്ങനല്ല, നമുക്കറിയാലോ. അത്രേ ഉള്ളൂ. വേറെ ഞാൻ പറഞ്ഞ ഞാനായിട്ട് തരുന്ന മോട്ടിവേഷൻസ് ഒന്നും ശരിയല്ല. അങ്ങനെയാണ്. നമ്മുടെ സ്കിൽസാണ് എല്ലായിടത്തും വിലയുള്ളത്. ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ എല്ലാം ഉണ്ടായിട്ടും സ്കിൽ
സ്കിൽസ് ഇല്ലെങ്കിൽ വല്ലാത്ത അവസ്ഥയായിരിക്കും. സോ എല്ലാവരും നമ്മളെ തന്നെ പൊക്കിയെടുത്തോണ്ട് വരിക. ഇതിന്റെ പേരിലൊന്നും നമ്മൾ താന്നു കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ, ഒരു കാര്യമില്ല. നമ്മള് മുന്നേറണം, ഇടിച്ചിടിച്ച് മുന്നേറണം. ഗൈസ്, ഇടിച്ചിടിച്ച് നമ്മൾ മുന്നേറണം കേട്ടോ. ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ഒരു മൊമെന്റിൽ വരുന്ന ഒരു 3 4 മാർക്കിന്റെ പിറകിലല്ല നമ്മുടെ ലൈഫ് ഇരിക്കുന്നത്. അതിനും അപ്പുറമാണ് നമ്മുടെ ലൈഫ്. ഇനി അതായത് നമ്മള് വന്നതിനെ ഓർച്ച് ഡിപ്രസ്ഡ് ആവാതെ വന്നതിനെ നമ്മൾ മോട്ടിവേഷൻ ആയിട്ട് തിരഞ്ഞെടുക്കുക. നമുക്ക് ഇനിയും വരുന്ന ഈ കിട്ടിയത് നമ്മുടെ പ്രചോദനമാണ്. അതെ, അതിനെ സങ്കടമാക്കാതെ അതിനെ മോട്ടിവേഷൻ ആക്കുക. ജയിച്ചവരും അങ്ങനെ തന്നെ ഗൈസ്. കാരണം അസംതൃപ്തമായ മാർക്ക് കിട്ടി ജയിച്ചവരും അതിനെ മോട്ടിവേഷൻ ആക്കിയെടുത്ത് പിന്നോട്ടുള്ള കാര്യങ്ങളിൽ സംതൃപ്തമായി മാർക്ക് കിട്ടിയവരും ഞാനൊരു സംഭവമാണ് എന്ന് കരുതാതെ അഹങ്കരിക്കാതെ അതിലും മോട്ടിവേഷൻ കണ്ടെത്തുക. എനിക്ക് ഇനിയുള്ള ജീവിതത്തിൽ ഇതുപോലെ തന്നെ മുന്നേറണമെന്ന മോട്ടിവേഷൻ കണ്ടെത്തി ഇത് ചെയ്യുക. പിന്നെ റിസൾട്ട് നോക്കി നല്ല അടിപൊളി മൊമെന്റ് ആയിരുന്നു. അയ്യോ, കിളി പാറിയ മൊമെന്റ് ആയിരുന്നു. നമ്മളിങ്ങനെ എനിക്ക് വലിയ ഫീലില്ല, പക്ഷെ എൻ്റെ കൂടെ നോക്കിയ ആൾക്കാർക്കൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ കറക്റ്റ് നോക്കുന്ന സമയത്ത് ഞാൻ കാരത്താസിലാണ് നോക്കിയത്. ചുമ്മാ ആംബുലൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചൊരു ആംബുലൻസ് കിളി പോയിരിക്കുകയാണ്. വിറച്ചിരിക്കുന്ന സമയത്ത് ഈ ആംബുലൻസ് കൂടെ കാര്യം നല്ല രസമുണ്ട്. ഞാൻ ഐസ്ക്രീം ചെയ്യുന്നുണ്ട്. കഥ പറഞ്ഞ എൻ്റെ ഐസ്ക്രീം അടുത്ത് പോയി. സോറി അങ്കിൾ ഇവിടെ ഇല്ല. ഉണ്ടോ? എന്നാ അങ്കിൾ ഇല്ല ഗൈസ്, വണ്ടി ഉണ്ട്. എനിവേ ഗൈസ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പം സോ എല്ലാവരും സ്റ്റേ സേഫ്, എല്ലായിട്ടിരിക്കുക. പിന്നെ മാതാപിതാക്കളോട്, എൻ്റെ മാതാപിതാക്കളെ എനിക്ക് പറയാനുള്ളത് കേട്ടല്ലോ ഗൈസ്, ഇതൊന്നും അല്ല. നമുക്ക് ലൈഫിൽ ഇനിയും പിള്ളേർക്ക് നമ്മളാണ് കൂട്ടു നിൽക്കേണ്ടത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മാതാപിതാക്കൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നനുസരിച്ചാണ് മക്കളുടെ മാർക്ക് മക്കളുടെ ജീവിതത്തിൽ ഉപകരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പേരൻസ് എൻ്റെ മാർക്കിൽ സന്തുഷ്ടരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സന്തോഷവാന്മാരാണ്. അങ്ങനെയാണ് അവരുടെ റെസ്പോൺസ്. ഉള്ളിൽ എന്താണെന്ന് അറിയത്തില്ല, പക്ഷെ എന്നോട് കാണിക്കുന്നത് റെസ്പോൺസിന് വെച്ച് നോക്കുമ്പോൾ ദേ ആർ ഹാപ്പി. എൻ്റെ ഡാഡി വിളിച്ച് പറഞ്ഞപ്പോഴേ ലഡുവായിട്ട് വരാനാണ് പറഞ്ഞത്. സോ കുഴപ്പമില്ല, എല്ലാവർക്കും നല്ല മാർക്ക്. ഈ ഒരു മാർക്കല്ല, +2 അല്ലല്ലോ ജീവിതം. ഇനി അങ്ങോട്ട് പഠിക്കുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ നന്നായിട്ട് എന്ത് പറയാ. എടാ 5 A+ ഒരു A കിട്ടി, ഒരു മാർക്കിന് A+ പോയാലാണ് ഈ കിടന്ന ചരിത്രം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരു സങ്കടമില്ല. ഐ ആം വെരി മച്ച് ഹാപ്പി. ഞാൻ നല്ല ഹാപ്പിയാണ്. നല്ല ഹാപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ എക്സൈറ്റഡ് ആകാത്തത് പറഞ്ഞല്ലോ, നോട്ട് നമ്മുടെ കാര്യം മാത്രമല്ല, നമുക്ക് ചുറ്റും കുറേ പേരുണ്ട്. എല്ലാവരുടെയും ലൈഫിലാണ് നമ്മൾ സന്തോഷിക്കുന്നത്. സോ അതുകൊണ്ട് നമ്മൾ നോക്കണം. അങ്ങനെ സിറ്റുവേഷൻസ് എന്തെങ്കിലും കാര്യം ഇത് ജയിച്ചിട്ട് ഇവിടെ അവിടെയല്ലേ, അവിടെ നിന്ന് കൂട്ടിയിട്ട് ഇവിടെ ഉണ്ട് കാരണം ചേട്ടായി. അതിന് അതെ, അച്ചാച്ചോടെ ഉണ്ട്. ഞാൻ വെയിറ്റ് ചെയ്യും. ഒരു കടി ഞാനും ഒരു കടിയെ കഴിച്ചുള്ളൂ ചോദിച്ചു. ഇത് എനിക്ക് വേണ്ടി ഞാൻ മേടിച്ചതാ. എന്റെ റിസൾട്ടിന് ഞാൻ എനിക്ക് മേടിച്ചായിരുന്നാ. വീഡിയോ കാണിക്കാം എല്ലാവരും കണ്ടേ. എന്നാ ഗേറ്റ് തുറക്കാനല്ല അച്ഛാ, അവരെ കൂട്ടാൻ എങ്ങനെയാ പോകണ്ടേ? മേരിയും ജ്യൂസും വന്നോ? ജ്യൂസ് അല്ല ഇരിക്കുന്നത്, കേക്ക് കൂടെ ഉണ്ട്. എല്ലാം വണ്ടി ഇട്ടിട്ട് വരാം. അല്ല ജ്യൂസ് ഗേറ്റ് തുറന്നോ? ജ്യൂസ് പറഞ്ഞോ? നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ അമ്മ വീട്ടിലെത്തി. നമ്മളെല്ലാ കേക്ക് മുറി വഴിയാണ് വണ്ടി പാർക്ക് ചെയ്തു. 2 വേട്ടാമളിയന്മാരെ, അതെ ഞാൻ സിസ്റ്റി ബോഡിയായിട്ട് 2 പേരും അവിടെ ഉണ്ട്. അൽഫോൻസിനെ കണ്ട കേസ്, അൽഫോൻസിന്റെ ആപ്സ് കാണിച്ചതാണത്. ഇത് അടുത്ത വേട്ടവളിയൻ. എല്ലാവരും ഇവിടെ ഉണ്ട്. നമ്മൾ ഹാപ്പിയാണ്, നമ്മൾ പൊളിക്കും. ഐ എം എക്സൈറ്റഡ്. നമ്മൾ ഇനി അങ്ങോട്ട് പൊളിക്കുക. എനിക്ക് എന്തൊക്കെയോ പറയാനുണ്ട്, പക്ഷെ നമ്മൾ എന്തൊക്കെയോ പറയാനില്ല. ബസ്സേക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പാർക്ക് ചെയ്തത്.
ഗൈസ് ഞങ്ങൾ പോകണം. ഞാൻ അവിടെ ചെന്ന് കേക്ക് മേടിക്കുന്ന വീഡിയോ ഒക്കെ ഇടാൻ പറ്റുകയാണെങ്കിൽ അത്രേ ഉള്ളൂ. മടുപ്പാണ്, അത് നമ്മളിടും, അത്രേ ഉള്ളൂ അല്ലേ ഡേ? അത്രേ ഉള്ളൂ. നമുക്കിനി ലഡു കൊടുക്കുന്ന വീഡിയോ എടുക്കണ്ടേ, റിയാക്ഷൻ വീഡിയോ. ബൈ ബൈ. ഞാൻ എടുക്കട്ടെ. ഇത് എൻട്രി എന്നാണ് നമ്മൾ ഇപ്രാവശ്യം ലഡു വാങ്ങിയിരിക്കുന്നത്. എന്ത്രിക്ക് പരസ്യം, എന്ത്രി ഇനി നമുക്ക് ഓഫർ തന്നില്ലെങ്കിൽ, പ്രൊമോഷൻ കൊടുത്തിട്ട് തന്നില്ല, അവരെ നിങ്ങളിപ്പോൾ നിങ്ങൾ ബൈ ബൈ ഗൈസ്. മറ്റേ വലിയ കത്തി ഉണ്ടോ? പച്ച കളർ വലിയ കത്തി കിട്ടുവാണെങ്കിൽ അറക്കട ചാച്ചു, അല്ല അറക്കട. ജനലൊക്കെ ഉള്ള കേക്കാണ് നമ്മൾ മേടിച്ചേക്കുന്നത്. ഇറക്കട്ടെ. മുഴുവറങ്ങിയ പറഞ്ഞ ഫോക്കസ് ആവൂല. അതിന്റെ എവിടുന്ന മുറിക്കണ്ട, ചാച്ചുവിന്റെ നടുവിൽ ചാച്ചുവിന്റെ ചൂ അങ്ങ് മുറിക്കും. ചാച്ചുവിന്റെ ചാച്ചുവിന്റെ നീനു വേണ്ടി കളറുള്ള കത്തിയായിട്ട് വന്നിട്ടുണ്ട്. കളർ കത്തി ചാത്തി ആഹാ കൺഗ്രാ. വലിയ കത്തി കൊണ്ടുവന്നതാണ്. കേക്ക് കുറച്ചപ്പോ പൊട്ടുന്ന കത്തി. അതെ അതെ, ആ കത്തി തേച്ച് കിട്ടിയിരിക്കുന്നു. ഇതൊക്കെ വരൂ. വരൂ, വന്നു വാങ്ങൂ. കേക്ക് ചാച്ചു ഇല്ല, എനിക്ക് തന്നേരും. അതെ റോസമ്മയ്ക്ക്. ഏരിയ ഒന്ന് മാറിയിക്കാവോ? ഇതൊക്കെ കൊടുത്തത് കിട്ടിയല്ലോ ഒന്നോടെ. അയ്യോ ലാൻഡ്സ്കേപ്പ് പിടിക്കല്ലേ അങ്കിൾ. ഏരി ഫ്രെയിമിൽ ഒന്ന് മാറിക്കാം, നിറഞ്ഞിരിക്കും ഇതിനകത്ത്. അൽഫോൺസ് കണ്ടോ ഇങ്ങനെ ഡെഡിക്കേഷൻ ഉള്ള ഇരിക്കുന്നത്, കുലിഞ്ഞ് ഫ്രെയിമിനകത്തിരിക്കുന്നത്. ചാച്ചു എനിക്ക് തന്നില്ല. ഞാൻ മുറിക്കാം. നമ്മള് കേക്ക് മുറിച്ച് കഴിഞ്ഞു. നമ്മളവിടുന്ന് കേക്ക് മുറി കഴിഞ്ഞു പോകുന്നു. കേക്ക് മുറിയുടെ വീഡിയോ എടുത്തോ? എന്തൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്, ഉള്ള വീഡിയോ ഒക്കെ ആഡ് ചെയ്ത്. അതെ നമ്മള് വലിയ ചേട്ടായി വ്ളോഗർ അല്ലാത്തതുകൊണ്ട് എനിക്ക് അറിയാവുന്ന പോലെ വീഡിയോ എടുത്തിട്ടുണ്ട്. എന്നെ നമുക്ക് എന്തോ ചെയ്യാം. എനിവേ ഞങ്ങള് കേക്കൊക്കെ മുറിച്ചു, എല്ലാവരും സന്തുഷ്ടരാണ്. കഴിച്ചില്ല, വീടിച്ചെന്താണ് കഴിക്കുന്നത്. കേക്ക് സന്തുഷ്ടനല്ല. നീ കേക്ക് കഴിച്ചോ? ഗൈസ് കേക്ക് കേക്ക് പോരാ, മോശം പറയല്ല, കാര്യം പറഞ്ഞു. ഗൈസ് ഇന്നത്തെ കേക്ക് ഞാൻ കഴിച്ചില്ല ഗൈസ്, എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു കേക്കിനോട്. കേക്കിന്ന് വലിയ എന്തോ ചോദ്യമുണ്ടായിരുന്നു. ഞാൻ ക്രീം മാത്രം ഇങ്ങനെ മറ്റേ വായി വെച്ച് കൊടുത്തിട്ട് തിരിച്ചിടുന്ന സിസ്റ്റം, അങ്ങനെ ഞാൻ കഴിച്ചുള്ളൂ. വേറെ കേക്ക് ഞാൻ കഴിച്ചില്ല. പിന്നെ ബാക്കി ചേട്ടൻ കഴിച്ചപ്പോൾ ചേട്ടൻ്റെ അഭിപ്രായം കണ്ടല്ലോ. ഇന്നത്തെ കേക്ക് അത്ര സുഖമില്ല, പക്ഷെ കഴിഞ്ഞ ദിവസത്തെ കേക്ക് നൈസായിരുന്നു. അപ്പം പിന്നെ വേറെ അടുത്ത റിസൾട്ടിന് നമ്മൾ ഇത് മേടിക്കുന്നത്, വാഞ്ചോ മേടിക്കുന്നില്ല. വാഞ്ചോയുടെ പരിപാടി ഇന്നത്തോടെ. ഹൗ വാസ് കേക്ക് മുറി? അമ്മേ റിസൾട്ടിനെ പറ്റി എന്താ പറയാനുള്ളത്? അമ്മ പ്രഭാഷണം നടത്താൻ തുടങ്ങുകയാണ്. പ്ലീസ് സഹോദരരെ. എനിവേ ഗുഡ് നൈറ്റ് ഗൈസ്, ബൈ ബൈ. പറഞ്ഞു നീട്ടുന്നില്ല, ആവശ്യത്തിന് എല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്നും പറയാനില്ല. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക, സ്റ്റേ സേഫ്. ഇന്ന് നമ്മൾ അടുത്ത പഠിത്തത്തിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചിന്തിച്ച് തുടങ്ങുന്നത്. അല്ലെ ഞാൻ എന്റെ സബ്സ്ക്രൈബേഴ്സിന് എന്റെ ഭാഗ്യം കൊടുക്കുകയാണ്. എനിക്ക് ഇപ്പോഴും നമ്മൾ കൺഫ്യൂഷനിലാണ്. നമ്മൾ പഠിക്കാനുള്ള കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഐ എം ടു ലേറ്റ് ഇൻ മൈ
ഫ്യൂച്ചർ പ്ലാൻസ്. കുമിഞ്ഞ് അങ്ങനെ എന്തോ പറയുന്നില്ല, ഇങ്ങനെ തെരഞ്ഞോണ്ടിരിക്കുക ഒരു സാധനം കിട്ടണമല്ലോ. നമ്മളെ സ്പെഷ്യൽ ആയതുകൊണ്ട് നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് ഞാൻ അന്വേഷിക്കുന്നത് വല്ല ബീട്ടൊക്കെ അങ്ങനെ ആരും പോവാത്ത സ്പെഷ്യൽ പാതയിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ പോവുകയാണ്. ബൈ ബൈ ഗൈസ്, ഗുഡ് നൈറ്റ്. സി യു അഗെയിൻ ഇൻ അനദർ വ്ലോഗ് വീഡിയോ with another contents, with another situation, with another day, അല്ല within another day. അതൊന്നും വേണ്ട ഗൈസ്. ലൈക്ക് സബ്സ്ക്രൈബ് ഒന്നും നമുക്ക് വേണ്ട, സ്നേഹം മാത്രം. അത് നിങ്ങൾ ചുമ്മാ ഇരുന്ന് കാണാൻ കാണിക്കുന്ന എൻ്റെ ഈ വിഷമങ്ങളും എൻ്റെ ഈ സമയം പോക്ക് കാണാൻ കാണിക്കുന്ന മനസ്സത് മതി ഗൈസ്. ബൈ ബൈ ഗൈസ്. അതെ ബൈ ബൈ പറ. ബൈ ബൈ നമ്മടെ മറ്റേ ആന്റിയൊക്കെ കാണുന്നയാ. ബൈ ബൈ പറ. ആന്റിയുടെ പേര് പറ. നമ്മളെ കസിൻസിന്റെ വീട്ടിലൊക്കെ ചെല്ലുമ്പോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് പറഞ്ഞാൽ അമ്മയോട് അമ്മ അറിയുന്നില്ല പല കാര്യങ്ങളും. അവരിങ്ങോട്ടെല്ലാം പറയുക നമ്മുടെ ചാനൽ കൊണ്ട്. നമ്മളിതൊരു ഫാമിലി ചാനലാക്കി എടുക്കേണ്ടത്. പൊതുവായിട്ട് അറിയിക്കാനാണ് എന്റെ യൂട്യൂബ് ചാനലിലൂടെ അറിയിക്കുന്നത് കേസ്. കുടുംബത്തെ കാര്യങ്ങൾ ജോസു ബൈ ബൈ പറ. ജോസ് പുറത്തോട്ട് നോക്കിയിരിക്കുക. ചേട്ടാ ബൈ ബൈ പറ. ബൈ ബൈ ഗൈസ്, സീ യു സൂൺ. വീണ്ടും സ്റ്റേ സേഫ്, സ്റ്റേ സ്ട്രോങ്. അതെ.